ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ സ്വാദിഷ്ടമായ നീർദോശയും അതിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ തലേ ദിവസം പച്ചരി കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പച്ചരി എന്ന് പറഞ്ഞാൽ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചരിയാണ്. ഏത് പച്ചരി വേണമെങ്കിലും നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പകുതിയാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഏകദേശം 1 കപ്പ് 1.5 കപ്പോളം കുതിർത്തിയത് അരിയാണ് ഞാൻ എടുക്കുന്നത്. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലൊരു പേസ്റ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഞാൻ അതൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ കുറച്ചും കൂടെ അരി എടുത്തത് ഇതുപോലെ അരച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ആ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ആ അരച്ചെടുത്ത തേങ്ങ നമുക്ക് നമ്മൾ അരി അരച്ച് വെച്ചേക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഇതിലേക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നീർദോശ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് നോക്കുകയാണ്. നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. വെള്ളം പാകത്തിനായിട്ടില്ല, നന്നായിട്ട് ലൂസാക്കിയാണ് നമ്മൾ ഈ ഒരു ദോശമാവ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു കയ്യിൽ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ദോശ റെഡി ആവും കേട്ടോ. ഒരുപാട് കുക്കിംഗ് ടൈമില്ല, കാരണം ഇത് വളരെ നൈസായിട്ടാണ് ഈ ഒരു ദോശ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കയ്യിൽ ഉപയോഗിച്ചിട്ട് എടുക്കുന്നതിലും എളുപ്പം എന്ന് പറയണത് ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് എടുക്കാനാണ് കേട്ടോ. ഞാൻ കൈ പൊള്ളിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയ്യിൽ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിനാണ് നമ്മൾ നീർദോശ ചുരുട്ടി എടുക്കേണ്ടത്, അല്ലെങ്കിൽ മടക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഒരു കയ്യിൽ മാവ് ഒഴിക്കുക. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ പരത്തി എടുത്തേച്ചാലും മതി. വളരെ കനം കുറച്ചിട്ട് ഈ അപ്പം ചുട്ടെടുക്കുക. ഞാൻ മൂടി വയ്ക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ. അപ്പോൾ ഈ അപ്പം നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ള ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇതിലേക്കുള്ള ചട്നി തയ്യാറാക്കാം. പലതരം ചട്നികളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു ചട്നിയാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നമുക്കൊരു 2 സ്പൂണോളം ഉഴുന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ മിക്സർ ജാർ എടുത്ത് അതിലോട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഉഴുന്ന് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിക്കാം. വളരെ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ, നമുക്ക് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയായിരുന്നു കേട്ടോ. ഒരു ചെറിയ കഷ്ണം പുളി, ഒരുപാടില്ല കേട്ടോ, വളരെ ചെറിയ കഷ്ണം ഒരു പുളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് അരച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചേച്ചും ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1.5 സ്പൂണോളം കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരു 10 അല്ലി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇവിടെ ചെറിയ അല്ലിയാണ് കേട്ടോ, ചെറുതായതുകൊണ്ടാണ് 10 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് വല്ലാണ്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇട്ടേച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു ചമ്മന്തി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള 2 റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നീർദോശ ഉണ്ടാക്കുന്നതും അതിനെ പറ്റിയ ഒരു അടിപൊളി ചട്നിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു റെസിപ്പി ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ ബൈ, താങ്ക്